നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിൽ തോൽവി എല്ലാവരും പ്രതീക്ഷിച്ചിടത്തുനിന്ന് ഇന്ത്യൻ ടീം വീരോചിതമായി പൊരുതി നേടിയ സമനിലയ്ക്ക് ജയത്തോളം മൂല്യമുണ്ട്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ അവസാന ദിനം കരുത്തുറ്റ പ്രകടനം നടത്തിയ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നാണ് ഇന്ത്യയ്ക്ക് സമനിലയെന്ന നേട്ടം സ്വന്തമാക്കി നൽകിയത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സകല സൗന്ദര്യവും ആവാഹിച്ച മത്സരം തന്നെയായിരുന്നു. എന്നാൽ മത്സരത്തിൽ ഇന്നിംഗ്സ് ജയം വരെ പ്രതീക്ഷിച്ച ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സ് സമനില അംഗീകരിക്കാൻ പാടുപെടുന്നത് കാണാമായിരുന്നു. അവസാന സെഷനിൽ മത്സരം ഫലമില്ലാതെ നീളുമെന്ന് ഉറപ്പായപ്പോൾ സ്റ്റോക്സ് കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. 15 ഓവറിലധികം ബാക്കിയുള്ളപ്പോൾ സമനിലയ്ക്കായി സ്റ്റോക്സ് ഇന്ത്യൻ ടീമിനെ സമീപിച്ചത് എല്ലാവരും കണ്ടതാണ്. എന്നാൽ ജഡേജയും സുന്ദറും സ്റ്റോക്സിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഗൗതം ഗംഭീറും ഗില്ലും ജഡേജയുടെയും സുന്ദറിന്റെയും സെഞ്ചുറികൾക്ക് അധികം അകലമില്ലാത്തതിനാൽ ബാറ്റിംഗ് തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും സമനിലയിൽ ഒതുങ്ങാമെന്നുള്ള തന്റെ വാഗ്ദാനം നിരസിച്ചതിനെ തുടർന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് രോഷാകുലനാവുകയായിരുന്നു. സാധാരണഗതിയിൽ മത്സരഫലം ഉണ്ടാവില്ലെന്ന് തോന്നുകയാണെങ്കിൽ 2 ക്യാപ്റ്റന്മാർക്കും കൈകൊടുത്ത് സമനിലയ്ക്ക് സമ്മതിക്കാം. എന്നാൽ ഇവിടെ ഇന്ത്യൻ ടീമും മാനേജ്മെന്റും ബാറ്റിംഗ് തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. സമനില നേടാൻ കഠിനാധ്വാനം ചെയ്ത ജഡേജയും സുന്ദറും യഥാക്രമം 89ഉം 80ഉം റൺസുമായി ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു സ്റ്റോക്സ് രംഗപ്രവേശം ചെയ്തത്. പിന്നാലെ സ്റ്റോക്സ് അമ്പയറെ സമീപിച്ചെങ്കിലും ഇന്ത്യൻ ടീം തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഇതാണ് ഇംഗ്ലണ്ട് നായകനെ ചൊടിപ്പിച്ചത്.